ഹലോ ഗായ്സ്, ഇവിടുത്തെ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഉണ്ടാക്കുന്ന ഇപ്പൊ ഞങ്ങളുടെ സ്വന്തം ആന്റിയാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ ഉണ്ടാക്കുന്നേ? രസം. രസം. അപ്പൊ നമുക്ക് രസം ഉണ്ടാക്കിയാലോ? ആദ്യമായിട്ട് തീ കത്തിക്കാം. നമുക്ക് പാത്രം വെച്ചിട്ട് നമുക്കുള്ള ഓരോരോ സാധനങ്ങൾ ഇടാം. ചൂടാവട്ടെ. പാത്രം ചൂടായിട്ട് മമ്മിയുടെ ഒരു സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമാണ് രസം. അപ്പൊ മമ്മി വിശദമായിട്ടൊന്ന് പറയണേ. ഇത് കണ്ടിട്ടാണ് എനിക്ക് അവിടെ ചെന്നിട്ടുണ്ടാക്കുന്നത്. ശരി, എന്താ പറയേ? എന്നിട്ട് എണ്ണ ഒഴിക്കാം. പാത്രം പാത്രം ചൂടായി എണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് മുഖം നോക്കണം. ചൂടാകുമ്പം ആദ്യമായിട്ട് എന്താ ഉണ്ടാക്കുന്നത് അല്ലെ? എന്താ ഇടുന്നത്? ഉലുവയാണ് ഇടുന്നത്. അപ്പം ആദ്യം നമ്മള് ഉലുവയായിട്ട് ഇടുന്നേ. ഉലുവ ഇട്ട് പൊട്ടിക്കണം അല്ലേ? ഇതിന്റെ കൂടെ കായവും കൂടെ ഇടാം. കട്ടിക്കായം എത്ര വേണമെന്ന് പറയണേ. കുറച്ച് തോനും വേണ്ടേ? കുറച്ച് മതി കേട്ടോ. കുറച്ചിട്ടാ മതി. ഇത്ര എടുത്തോളൂ കേട്ടോ. ഇടുവല്ലേ? ഞാനിടാം. തെറിക്കരുത് കേട്ടോ. മതി. അതിന്റെ കൂടെ ഉലുവ പൊട്ടും. അപ്പൊ ഇത് ഉലുവ ഇട്ടിട്ട് എന്നിട്ട് കട്ടിക്കായം കട്ടിക്കായാണ് ഇട്ടേക്കുന്നത്. അതായത് പൊടിയല്ല, കട്ടിക്കായം. കായം ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടട്ടെ. കായ ഇട്. ഉലുവ പൊട്ടിയിട്ട് വേണം കായ ഇടാൻ. ഉലുവ പൊട്ടുന്നേ ഉള്ളൂ. നമ്മൾ എണ്ണ ചൂടാകുന്നതിന് മുമ്പ് ഇട്ടു. ഉലുവ പൊട്ടി വരുന്നുണ്ട്. നമ്മളതിലോട്ട് കായ. അത് കഴിഞ്ഞ് കടുക്. അടുത്ത് നമ്മള് കടുക് ഇടണം. പൊട്ടിത്തെറിക്കും. കുറച്ച് കടുകിന്റെ വീട് എവിടെയെന്നറിയാമോ? കടുകിന്റെ വീട് എവിടാ? ഇടട്ടെ. കുറച്ച് കടുക് ഇട്ട് കേട്ടോ. പൊട്ടി തെറിക്കും. കടുക് ഇട്ടിട്ട് പച്ചമുളക് ഇപ്പോഴല്ലേ ഇടുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി ചതച്ചത് അതിടുക. ഇങ്ങനാണ് നമ്മൾ പണ്ട് രസം ഉണ്ടാക്കുന്നത്. കൊച്ചുനാളില് എന്നെ താരതീച്ച് പഠിപ്പിച്ചിട്ടുണ്ട് രസം ഉണ്ടാക്കാൻ അല്ലേ? അതിനകത്ത് നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കണം. ഇതൊന്നും മൂക്കുന്നത് വരെ ഇളക്കി കൊടുത്തിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് എടുക്കണം. നമ്മൾ കുറച്ച് നേരം സമയം എടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെയിറ്റ് എടുക്കണം. അപ്പൊ നമ്മള് കുറച്ച് ഇങ്ങനെ തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ബ്രൗൺ കളർ ആവണം കേട്ടോ. അതായത് ഇഞ്ചിയും വെളുത്തുള്ളി മിക്സ് ആക്കണം. ചുവന്നുള്ളിയും കൂടെ മൂക്കണം. കറിവേപ്പില. ഞാൻ അവിടെ വെച്ചിട്ട് ചുവന്നുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. ചുവന്നുള്ളി കൊച്ചിന് 10 കുട്ടികള് 10 പറഞ്ഞത് ആരാ എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോ ഉപ്പിടാറായിട്ടില്ല. കുറച്ച് കഴിയുമ്പോ നമ്മള് സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതായത് സാധനങ്ങൾ എടുത്ത് നമുക്ക് അടച്ചിങ്ങനെ വെച്ചേക്കുവാണ്. അപ്പൊ നമുക്ക് ഞാൻ അടിക്കട്ടെ. ഞാനാണ് ഇടുന്നത് ചേച്ചി. ഇല്ല പൊന്നൂസല്ല, എണ്ണ നിറയ്ക്കാം. എണ്ണ ഇത് മതിയോ? അപ്പൊ തീ നന്നായിട്ട് ഇങ്ങനെ കുറച്ച് മൂക്കട്ടെ. നല്ല മൂക്കും പോവാൻ. എന്തുവാ ചേട്ടാ വൃത്തിയോട് പറയല്ലേ? അപ്പൊ ഇതിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുളക് വറ്റൽ മുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. വറ്റൽ മുളക് ഒരെണ്ണം
കേട്ടോ. പൊന്നൂസ് എവിടെ പോയതാ? വരുന്നേ കുരുത്തക്കേട് കാണിക്കാൻ പോയതല്ലേ? അല്ല സ്റ്റൂൾ എടുക്കാൻ വേണ്ടി പോയതാ. ദേ ഇത്ര മതി ജീരകം. കുറച്ച് മതി. ദേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകം ഇടും. ചെറിയ ജീരകം, പെരുംജീരകം അല്ല, ചെറിയ ജീരകം. ചെറിയ ജീരകം. എന്നിട്ട് മഞ്ഞപ്പൊടിയോ? എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. ഇട്ടിട്ടേ കുറച്ചിട്ടാ മതിയല്ലോ. കുറച്ച് മതി. പോരെ? ഇച്ചിരി കൂടെ. മഞ്ഞപ്പൊടി ഇട്ട് എന്നിട്ട് മഞ്ഞപ്പൊടി ഇട്ട് മൂക്കുമ്പം മുളക് പൊടി. മഞ്ഞളിൽ നിന്ന് വരുമ്പോ സാധാ മുളക് പൊടി. അതെ മഞ്ഞളാണ്. മഞ്ഞളിൽ നിന്ന് വരുമ്പോൾ മഞ്ഞപ്പൊടി. പിന്നെ നമുക്ക് കുറച്ച് സാധാ മുളക് പൊടി. എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം. സാധാ മുളക് പൊടി എത്ര ഇടണം? ഒരു സ്പൂൺ കേട്ടോ. സാധാ മുളക് പൊടി നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി. ടീസ്പൂൺ മല്ലിപ്പൊടി. ആരാണോ അരയാണോ അറിയില്ല. അവരവരുടെ മല്ലികാന്ന് പേര് വന്നപ്പോഴാണ് മല്ലിപ്പൊടി. എന്നിട്ട് നിറത്തിന് എന്നെ ടീച്ചറെ ഒരു പൂവ്, ഈ മുല്ലപ്പൂവിന്റെ പേരാണ് മല്ലിക. ഇത് കാശ്മീരി മുളക് പൊടി നിറത്തിന്. കാശ്മീരി നമുക്ക് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി. കുറച്ച് കുരുമുളക് പൊടി. ഞാൻ പറയും കുരുമുളക് പൊടി. കുരുമുളക് പൊടി. എന്നിട്ട് ഉപ്പും പുളിയും കൂടെ പിഴിഞ്ഞു വെച്ച്. നമ്മുടെ രസം റെഡിയായി. പുളി വീണല്ലോ അതിനകത്ത്. അയ്യോ പുളി വീഴുവോ? പുളി ഇട്ടാൽ പുളി വീണാൻ എന്താ കുഴപ്പം? അന്നേരം തിളയ്ക്കുമ്പോൾ ഒന്നുകൂടെ പുളി വരും. പുളി വീണാൽ പുളി വരും. കൊണ്ടോ നോക്കാം. നമ്മൾ പുളി പിഴിഞ്ഞ കുഞ്ഞുസുപ്പുണ്ടാ നോക്കിയേ. നോക്കിയേ കുഞ്ഞുസുപ്പുണ്ടാ. കൊണ്ടാ ഒന്ന് ടേസ്റ്റ് അപ്പൊ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചോറും കൂട്ടി കഴിക്കാം. സൂപ്പർ. സിംബിംബൂളിന്റെ ഫോട്ടോ ഒങ്ങി വരുന്നല്ല. ഇതാണ് നമ്മുടെ സിംബിംബൂൾ രസം. എല്ലാരും ഉണ്ടാക്കണേ രസം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.